ഇതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും നാരങ്ങ നീരും പിന്നെ തേനും ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മല്ലിയിലയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ കംപ്ലീറ്റ് വരണം കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാരറ്റ് എടുത്തിട്ട് ഇതാ പീലർ വെച്ചിട്ട് ഇതുപോലെ പീൽ ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ കുക്കുംബറും എടുത്തിട്ട് ഇതുപോലെ പീലർ വെച്ചിട്ട് തന്നെ പീൽ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് കിട്ടും നമുക്കിതുപോലെ പീലർ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നല്ല തിന്നായിട്ട് ആപ്പിളും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആപ്പിൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സാലഡാണ്. അപ്പം സാലഡ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.